Welcome all to our new session of maths class. Today we are going to study properties of multiplication of complex numbers. In the last class we already learned the properties of addition of complex numbers. What are the properties? Do you remember all these properties? The properties that we learned for addition is also same for multiplication. First one, closure law. That is, for any two complex numbers z1 and z2, z1 into z2 is a complex number. That is, for any two complex numbers z1 and z2, then the product also become a complex number. That is we call closure law. The second property is commutative law. That is, for any two complex numbers z1 and z2, z1 into z2 is same as z2 into z1. That is, z1 into z2 ന്റെ പ്രോഡക്റ്റും z2 into z1 ന്റെ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പറയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ എന്ന് പറയും. Now let us consider the third property, associative law. For that, consider three complex numbers z1, z2 and z3. Then the product z1, z2 into z3 is same as z1 into z2, z3. This property is called associative law. You know, all these properties are similar in the case of addition also. Now the fourth property is existence of multiplicative identity. Existence of multiplicative identity. In the last class we already learned existence of additive identity. In that case, 0 is the identity for addition. That is, z plus 0 equal to z equal to 0 plus z. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 0 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആ 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് i0 അഡിഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടാണ് പരിഗണിച്ചത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് വരുമ്പം ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അല്ലെങ്കിൽ 1 കൊണ്ട് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പർ കൊണ്ട് തന്നെ കിട്ടും. അതായത് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ z കിട്ടും. തിരിച്ച് 1 ഇൻറ്റു z എടുത്തു കഴിഞ്ഞാലും z എന്ന കോംപ്ലക്സ് നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ പറയും 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അതിനെ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ്. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഉള്ളതുപോലെ തന്നെ അഡിഷന് 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ വരുമ്പോൾ 1 ആണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസ് പരിഗണിക്കുമ്പോൾ 0 പ്ലസ് i0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ അഡിഷൻ. ദാറ്റ് ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ആൻഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ 1 പ്ലസ് i0 അതാണ് അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് പരിഗണിക്കുന്നത്. Now the last property which is very important, existence of multiplicative inverse. Existence of multiplicative inverse. Multiplicative inverse പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു പരിഗണിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് മൈനസ് ഇസഡ് ആണ്. ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് മൈനസ് ഇസഡ് ഈക്വൽ ടു 0. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അതായത് ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സായ മൈനസ് ഇസഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ
അഡിഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റായ 0 പ്ലസ് I0 കിട്ടണം. അതായിരുന്നു നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ കേസിൽ പഠിച്ചത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പഠിക്കുമ്പോഴും ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റായ 1 കിട്ടണം. 1 മീൻസ് 1 പ്ലസ് I0. അപ്പോൾ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ 1/Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഐഡൻറ്റിറ്റി എലമെൻ്റായ 1 പ്ലസ് I0 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയും Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് 1/Z. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം മനസ്സിലാക്കി. ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡിഷൻ്റെ കേസിലും ബാധകമാണ്. ക്ലിയർ ആയല്ലോ? Now we going to deal with modulus of a complex number. മോഡുലസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ മോഡുലസ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്താണ് എന്നാണ് നോക്കുന്നത്. A+IB ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഡിനോട്ട് ചെയ്യുന്നത് മോഡുലസ് ഓഫ് Z. സാധാരണ നമ്മൾ മോഡുലസ് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മോഡ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് A² പ്ലസ് B². A+IB എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് A² പ്ലസ് B² ആണ്. A എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ്. B എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമുക്കതിനെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. മോഡ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. Next question, find the modulus of Z equal to 2 plus I3. Second question, Z equal to 4 minus I2. Third question, Z equal to 8 minus I. മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. മോഡ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചിരിക്കണം മോഡ് Z ഈക്വൽ ടു റൂട്ട് ഓഫ് A² പ്ലസ് B². അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഹിയർ റിയൽ പാർട്ട് ഈസ് 2 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് 3 ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Therefore, mod Z equal to root of 2² plus 3². That is equal to root of 4 plus 9. That is equal to root 13. The second question is Z equal to 4 minus I2. Therefore, mod Z equal to root of A² plus B² അല്ലെങ്കിൽ root of real part in the square plus imaginary part in the square. Here real part is 4 and imaginary part is minus 2. Therefore, mod Z equal to root of 4² plus minus 2 in the square. That is equal to root of 16 plus minus 2 in the square എന്ന് പറഞ്ഞാൽ 4. That is equal to root of 16 plus 4 equal to root 20. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കൂ. Let us think about another idea of complex numbers. Z equal to A plus IB is a complex number. Then the conjugate of Z is defined as Z conjugate equal to A minus IB. Z conjugate എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കുക. A+IB ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എഴുതുന്നത് A minus IB ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കൂ. Z equal to 2 plus I3. Then the conjugate of 2 plus I3 is 2 minus I3. Similarly, the conjugate of 4 minus 8I is Z conjugate equal to 4 plus 8I. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ.
ഇമാജിനറി പാർട്ടിൻ്റെ സൈനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൽ ഇമാജിനറി പാർട്ട് പ്ലസ് ആണ് സൈനെങ്കിൽ കോൺജുഗേറ്റ് എഴുതുമ്പോഴത് മൈനസ് ആക്കണം, അതുപോലെ തിരിച്ചു. നെക്സ്റ്റ് നോട്ട് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. ഈ ഒരു നോട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കാര്യം വരും. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ഐ ബി ഈസ് എ കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ഈസ് എ മൈനസ് ഐ ബി. എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്കറിയാം എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. സാധാരണയുള്ള മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എ, അതാണ് ഇവിടെ ആരോ മാർക്ക് കൊടുത്ത് എഴുതിയിരിക്കുന്നത്. അടുത്ത ടേം എ ഇൻറ്റു മൈനസ് ബി പ്ലസ് സെക്കൻഡ് ടേം ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി ഇൻറ്റു മൈനസ് ഐ ബി. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഫോം തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു മൈനസ് ഐ ബി, ആ മൈനസ് പുറത്തെടുത്തു, മൈനസ് ഐ എ ബി എന്ന് എഴുതി, അല്ലെങ്കിൽ മൈനസ് എ ബി ഐ എന്നും എഴുതാം. ഐയുടെ ഓർഡർ ലെഫ്റ്റിലോ റൈറ്റിലോ നമുക്ക് പ്ലേസ് ചെയ്യാം. അടുത്തത് ഐ ബി ഇൻറ്റു എ, ദറ്റ് ഈസ് ഐ എ ബി. ലാസ്റ്റ് ടേം ഐ ബി ഇൻറ്റു മൈനസ് ഐ ബി, ദറ്റ് ഈസ് ഐ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ. വീണ്ടും നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് ഐ എ ബിയും പ്ലസ് ഐ എ ബിയും കൂടെ ക്യാൻസലായി പോകും. ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. -1 ഇൻറ്റു മൈനസ്, അപ്പോൾ 2 മൈനസ് ചേരുമ്പോൾ അവിടെ പ്ലസ് ആയി മാറും. അപ്പോൾ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ദസ് ദ ആൻസർ ഈസ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Let us consider some examples. 4 plus I3 into 4 minus I3. That is 4 plus I3യുടെ കോൺജുഗേറ്റ് ആണ് 4 മൈനസ് I3. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 plus I3 into 4 minus I3. തൊട്ട് മുമ്പ് നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. Similarly 4 plus I3 into 4 minus I3 equal to 4 square plus 3 square. 4 square is 16, 3 square is 9. Therefore 16 plus 9 equal to 25 എന്ന് കിട്ടും. Now the second example is 6 plus I3 into 6 minus I3. ഇതും a plus IB into a minus IB ഫോമാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 6ഉം ബിയുടെ സ്ഥാനത്ത് 3യുമാണ്. Therefore the answer is 6 square plus 3 square. That is 6 square is 36, 3 square is 9. 36 plus 9 equal to 45. അടുത്തൊരു റിസൾട്ട് നമുക്ക് പഠിക്കാം. Z equal to a plus IB. Then Z conjugate is a minus IB. അങ്ങനെയാണെങ്കിൽ Z into Z conjugate, that is a plus IB into a minus IB. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്നാണ്. നമുക്കറിയാം അത് തന്നെയാണ് മോഡുലസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡ് Z ഇക്വൽ ടു എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ മോഡ് Z സ്ക്വയർ എടുക്കുമ്പോൾ എന്തായി മാറും? അതിൻ്റെ റൂട്ട് അങ്ങ് മാറും. അപ്പോഴെന്ത് കിട്ടും? മോഡ് Z സ്ക്വയർ ഇസ് ഈക്വൽ ടു റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? മോഡ് Z സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ നമുക്കൊരു പുതിയ റിസൾട്ട് കിട്ടി. Z ഇൻറ്റു Z കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് Z സ്ക്വയർ. Z into Z conjugate equal to
മോഡ് ഇസഡ് സ്ക്വയർ. ഈ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4 - 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ നമ്മൾ റിസൾട്ട് പഠിച്ചതാണ്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ പഠിച്ചാണ്. ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 1/z ആണ്. അങ്ങനെയാണെങ്കിൽ 4 - 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 1/4 - 3i ആണ്. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ 1/, എടുക്കണം. അപ്പോൾ ഇവിടെയും 1/4 - 3i എടുത്തു. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡിനോമിനേറ്ററിൽ i ഉള്ള ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയാം, ഡിനോമിനേറ്ററിൽ എപ്പോഴെങ്കിലും i ഉള്ള ടേം വരും, അതായത് കോംപ്ലക്സ് നമ്പർ വരുവാണെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആകില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 - 3i എന്നുള്ള ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ്, 4 - 3iയുടെ കോഞ്ചുഗേറ്റ് നമുക്കറിയാം 4 + 3i ആണ്. ആ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 4 + 3i ഡിവൈഡഡ് ബൈ 4 - 3i ഇൻറ്റു 4 + 3i എന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്ററിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. 4 - 3i ഇൻറ്റു 4 + 3i എന്നാണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരാശയം വരണം, 4 - 3i ഇൻറ്റു 4 + 3i. പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4² + -3യുടെ സ്ക്വയർ. 4² is 16, -3യുടെ സ്ക്വയർ 9. അപ്പോൾ റിസൾട്ട് എന്തായി മാറും? ന്യൂമറേറ്ററിൽ 4 + 3i തന്നെ വരും, ഡിനോമിനേറ്ററിൽ 16 + 9 എന്ന് കിട്ടും. 16 + 9 25 കിട്ടും. അപ്പോൾ റിസൾട്ട് 4 + 3i ഡിവൈഡഡ് ബൈ 25.